ഹായ്. ഇപ്പൊ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ വരുന്ന കാണുമ്പോ ഇത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്ന പോലെ തോന്നില്ലേ? പറഞ്ഞിട്ട് ഞാൻ തിരിയുന്നുണ്ടല്ലേ? തോന്നുന്നില്ല ഇങ്ങനെ ചെമ്പത്തിന് ഉള്ളൂട്ടിങ്ങനെ. അപ്പൊ പറയ് കവി, എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സ്വാഗതം. എല്ലാരും ഉണ്ട്. അപ്പൊ ഇന്ന് 2 സന്തോഷ വാർത്ത ഉണ്ട്. ഒന്ന്, നമ്മളെ മിന്നു പ്രസവിച്ച് അവ 2 കുട്ടികളുണ്ട്. അട്ടത്താ ഉള്ളത്. അപ്പൊ മിന്നു നമ്മളെ പൂച്ചയാട്ടാ, നമ്മളെ കുടുംബത്തിലൊരു അംഗം തന്നെയാണ്. അതുകൊണ്ട് അത് ആദ്യം പറയുന്നത്. കവിത കറങ്ങി 2 പണിയായിട്ടാണ്. ഒന്ന് ഈറ്റെടുക്കലുമായി, ഒന്ന് ഈ മോനെ കുഞ്ഞുമോനെ നോക്കണം, വീട്ടിലെ പണിയായി. 2 പണി അധികമായി. കവിതയാണ് അതിന്റെ പൂച്ചന്റെ പണിയല്ലേ? ശരി തന്നെയാണ്, ഓളന്നെയാണ് അതെല്ലാം ചെയ്യാൻ. ഞാൻ ആവാറൊന്നും പോക്കില്ല. ഓളിപ്പോ കുട്ടീനെല്ലാം എടുത്ത് കടത്തി. അപ്പൊ അതന്നെ മാറ്റിട്ട് താഴെ കടത്തിയിട്ടുണ്ട്. അപ്പൊ അത് പറയാം. നേഴ്സ്, ഡോക്ടർ എല്ലാം ആയിട്ട് വരുന്നുണ്ട് കേട്ടാ. അപ്പൊ അടുത്തെന്ന് പറഞ്ഞാല് രണ്ടാമത്തേത് വെച്ചാല് നമ്മളെ അനുട്ടിന്റെ ബർത്ത്ഡേ മോളെ. മറ്റേത് പ്രസവമായതുകൊണ്ട് ആദ്യം പറഞ്ഞു കേട്ടാ. ഇത് ബർത്ത്ഡേ അത് കഴിഞ്ഞിട്ടാണല്ലോ ബർത്ത്ഡേ. ബർത്ത്ഡേ ആഘോഷിക്കാൻ. അതെ അതെ. ജന്മദിനം കുട്ടിക്ക്, സന്തോഷ ജന്മദിനം കുട്ടിക്ക്. അപ്പൊ അനുട്ടിന്റെ ബർത്ത്ഡേ ആണ്. ജന്മദിനം കുട്ടിക്ക്. അപ്പൊ ഇത് അനുട്ടിന്റെ 16 വർഷം നമ്മളിങ്ങനെ കേക്ക് മുറിക്കലും ഡ്രസ്സ് കൊടുക്കലും എല്ലാം ആക്കിയത് കഴിഞ്ഞു കൂടി. ഇപ്പം ഇതാ വന്നെത്തിയിരിക്കുന്ന ഒരു പിറന്നാളും കൂടി വന്നിട്ടുണ്ട്. ഇതല്ല, ഇത് 16ാമത്തെ വർഷല്ലേ? അല്ല, അങ്ങനെ ഇപ്പം വയസ്സ് ചോദിക്കാറ്. അങ്ങനെ പിറന്നാളായാലും വയസ്സ് പറഞ്ഞു. ചേച്ചി പറഞ്ഞില്ലേ? നേരിട്ട് അങ്ങനെ പറയാല്ലേ? അപ്പൊ നമ്മളെന്ത് ചെയ്തു, ഈ പ്രാവശ്യത്തെ പിറന്നാളിനും അങ്ങനെ ഒരു ചെറിയ കേക്ക് മുറിയും തിരക്കെല്ലാക്കാൻ വിചാരിച്ച് നിക്കലാണ്. രാവിലെ സ്കൂളിൽ പോയതാണ്. നമുക്കെല്ലാം ഇപ്പൊ കിട്ടിയത് 5:45 സമയം. 7:30 ബസ്സിന് പോണം. അപ്പൊ 6 മണിക്ക് എണീക്കുക, ചിലപ്പോ 6:30 എണീക്കുക. എണീച്ചാ പിന്നെ ഇതുവരെ മുടിയെല്ലാം ആക്കല്. പിന്നെ അടുക്കളയിലേക്ക് കിട്ടൂല, ഭക്ഷണം കഴിക്കാൻ തന്നെ കിട്ടൂല. ഞാൻ കൊണ്ടുപോകുന്ന സെൻട്രലിലെ മേശയില് കൊണ്ടുവച്ചാല് ജസ്റ്റ് തിന്നെങ്കിലായി, അത്രേ ഉള്ളൂ. പിന്നെ വരുന്നത് ഈ 5:40. അങ്ങനെ പിന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവള് വന്നിട്ടാകുമ്പോ ഇവിടെയും കൂട്ടി പോവാന്നല്ല വിചാരിച്ചത്, ബർത്ത്ഡേന്റെ പരിപാടി. അപ്പൊ നോക്കുമ്പോ ഒക്കെ കഴിയുന്നില്ല പറഞ്ഞോണ്ട് നമ്മള് പോയിട്ട് കുറച്ച് ബർത്ത്ഡേ പരിപാടി. നമ്മള് ഏത് സന്തോഷമായാലും നമ്മളത് അതിന്റെ ചെറുതാണെങ്കിലും അതെ ആഘോഷിക്കുന്നു. ബർത്ത്ഡേന്റെ ദിവസം പറഞ്ഞ ഒരു സന്തോഷമുള്ള ദിവസമാണ്. ഈ അനൂട്ടി എന്ന് പറഞ്ഞാല് ചെറുപ്പം മുതലേ അനൂട്ടി നമ്മളെ ചെറുതാകുമ്പോ നമ്മളെ പ്രാണല്ലോ. അപ്പൊ ഇവിടെ ഒന്നാം ഇത് മുതലേ നമ്മൾ എല്ലാ വർഷവും എല്ലാവരും ചെയ്യലുണ്ട്. അതെ വളർന്ന കുട്ടിയല്ലേ. അതെ, ബാക്കി എല്ലാരും നമുക്ക് അങ്ങനെ കിട്ടില്ല. പക്ഷെ അച്ഛന്റെ വീട്ടിൽ പോയാല് അവിടെ നിന്നിട്ട് ആ നാടേ മാറ്റല്ലേ. നമ്മള് വെച്ചാൽ നമ്മളെ നാട്ടിൽ പോയാലും അച്ഛൻ അന്ന് തൊട്ട് അല്ല അതല്ല, ഏച്ചിന്റെ വീട് ഇവിടെ തന്നെയാണ്. അപ്പൊ എന്താ ഇവിടെ തന്നെ കിട്ടും, ഇവിടെ തന്നെ എല്ലാ പിറന്നാളും ഇവിടെ തന്നെ കിട്ടും. അതുകൊണ്ട് അനൂട്ടിന്റെ എല്ലാ ഇതും വർത്തനെ. അപ്പൊ ഇത് സന്ധ്യയായി. എന്നാലും നമ്മള് പോയിട്ട് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ അടി വായിപ്പിക്കും കർണാടകത്തിൽ. പിറ്റേന്ന് വന്നിട്ട് ആക്കിയത്. അപ്പൊ എല്ലാ ബർത്ത്ഡേയും എല്ലാരും നമ്മള് അതെ ബർത്ത്ഡേ വരാനുണ്ട്. കുഴപ്പം നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നിർത്താട്ടാ. അപ്പൊ സംഭവത്തിലേ ഉള്ളൂ, അനൂട്ടിന്റെ ബർത്ത്ഡേ ആണ്. നമ്മളത് ആഘോഷിക്കാൻ വേണ്ടിട്ട് ഒന്ന് ഈ 2 സന്തോഷ വാർത്ത എനിക്ക് എന്താ പറയാനുള്ളത്? ഈ സമയത്ത് എന്താ പറയാനുള്ളത്? സമ്മാനം കൊടുക്കുന്ന ചേച്ചിക്ക് പറയും. അപ്പൊ നമ്മളില്ലേ എന്തായാലും ഒരു കേക്ക് കൂറിയും ഡ്രസ്സും എല്ലാ വർഷവും നമ്മളെല്ലാം ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മളെ. അപ്പൊ നമ്മൾ ഓടിപ്പോയി നമുക്ക് അതാക്കാം. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ രാവിലെ പറഞ്ഞു, അത് കൂടാണ്ട് ഇപ്പം വീഡിയോക്കും പറഞ്ഞു. അപ്പൊ എല്ലാവിധ ആശംസകളും. മിനി റിട്ടേൺസ് ഓഫ് ദി ഡേ. അപ്പൊ അങ്ങനല്ലേ മിനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ അങ്ങനെ തന്നെ. അപ്പൊ നമ്മള് മയ്യി പോവാൻ കഴിഞ്ഞു. അപ്പൊ അതിലിടക്ക് നമ്മളെ പൂച്ചക്കുട്ടി പ്രസവിച്ചതൊന്ന് കാണാൻ നമുക്ക്. മുകളിലാണ് അതുകൊണ്ട് ടോർച്ച് അടിച്ച് നടക്കുന്ന കിടപ്പ് കണ്ടോ? അപ്പോ ഇപ്രാവശ്യം 2 ഉള്ളത്, 3 ഉണ്ടാവും ഇപ്പോൾ പ്രസവിക്കുമ്പോ. ഇതിന്റെ അപ്പുറത്തുള്ള ഫ്രിഡ്ജിന്റെ ഒരു പെട്ടി ഉണ്ടായി ഇവിടെ. അതിനകത്ത കൂടി എല്ലാ പ്രാവശ്യം നമ്മളിവിടെ വിരിച്ചു വെക്കലുണ്ട്. വിരിച്ചു വെച്ചിട്ട് ഇതെന്താക്കിയെന്ന് വെച്ചാൽ അപ്പുറം പോയി പ്രസവിച്ചു. അതിന്റെ ഉള്ളില് ഇത് കയറുകയും കീയോ ചെയ്യുമ്പോ എവിടെയെങ്കിലും കുടുങ്ങിപ്പോയിട്ട് നമുക്ക് പറ്റിപ്പോയാലോ വെച്ചിട്ട് ഞാൻ പുള്ളിപ്പൂച്ചന്റെ ഈ കുട്ടിയോ അങ്ങനത്തെ ഒരു പൂച്ചില്ലല്ലോ ഈ ഭാഗത്ത് ഉണ്ടല്ലോ. നമുക്ക് വിശദമായിട്ട് പിന്നെ കാണാം. അപ്പൊ അവരെ ശല്യപ്പെടുത്തണ്ട. പാല് കുടിക്കലാന്ന് ഇന്നെ പോലെ പാല് കുടിക്കലാന്ന്. ഇവൻ പ്രസവിച്ച സമയത്താണ് ഓളെ പ്രസവിച്ചിന്. ഇപ്പൊ 9ാം മാസാണ് ഇവന്. അപ്പൊ ഇത് അടുത്ത പ്രസവം. അപ്പൊ 9 മാസം വേണം തോന്നല്ലേ? 3 മാസല്ലേ? ഞാൻ ഇപ്പൊ കറക്റ്റ് കണക്ക് വെക്കുമ്പോ 9 മാസാണ് ഉള്ളത്.
എന്നാ കണക്കല്ലേ 9 മാസം. ഏതാ പിന്നെ 3 മാസം പോയിക്കാമോ? അപ്പൊ നമ്മള് അങ്ങനെ രാത്രി അങ്ങനെ കേക്ക് മേടിക്കാൻ ടൗൺ എത്തി. ഇവിടെ വന്നാല് ഡ്രസ്സിൽ തന്നെ കണ്ടല്ലേ. അതാണ് പെണ്ണുങ്ങളായാലും അങ്ങനെയാണ്. ഡ്രസ്സ് കണ്ടാലും അത്. അതെ. അപ്പോൾ നമ്മള് വെച്ചാല് ഇതിനിടയ്ക്ക് ഒരു മാക്സിന്റെ പീസ് മേടിച്ചില്ല. ഞാൻ ചേച്ചി അടിക്കാൻ കൊടുത്തിട്ടില്ല, ഞാൻ അടിക്കിച്ചിട്ട് ചേച്ചി അടിച്ചിട്ടുമില്ല. അതെ. അപ്പൊ ഞാനിവിടെ കൊടുത്തിന് എന്നെ അടിക്കാനും. അപ്പൊ അതിന് പറഞ്ഞേനെ അപ്പൊ മേടിക്കാൻ വേണ്ടി പോക്കാന്ന്. അപ്പോൾ പോവാം. ഞാൻ ഇടിയാണ് അധികം കൊടുക്കൽ. ഒരു ഗെയിം എല്ലാരും പോയിന്ന് തോന്നട്ടാ. അപ്പൊ അങ്ങനെ നമ്മള് മാക്സി മേടിച്ചു പോക്കായി അല്ലേ ചേച്ചി? എല്ലാം പെട്ടെന്ന് പരിപാടിയാണ്. വീട്ടിൽ പോയിട്ടാകുമ്പോ കാണിക്കാൻ നല്ല കളർഫുൾ ആവട്ടെ. അതെ, പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണ്. ഇനി അടുത്തത് കേക്ക് മേടിക്കാന്ന് വെച്ച്. അല്ല, ഡ്രസ്സ് മേടിക്കാൻ ആ പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ നല്ല സുഖമാണ് കേട്ടോ. അപ്പൊ വിജുവാട്ടിനുണ്ട് വണ്ടിയിലാണ്. അപ്പൊ നമ്മളിവിടെ വിഷം പറഞ്ഞോണ്ട് വന്നയാ. ആ സാരി അല്ലേ നല്ല രസമുണ്ടാവും. ആ സാരി അതിലേതാന്ന് ചോപ്പും കറുപ്പും നല്ല രസമില്ല. നല്ല രസമുണ്ട്. അതന്നെ. വാ വാ. അപ്പൊ നമുക്ക് നേരെ നോട്ടിക്ക് ഡ്രസ്സ് മേടിക്കാൻ പോവാം. എങ്ങനത്തെ വേണ്ട ചേച്ചി? ഒക്കെ അങ്ങനത്തെ മേടിപ്പാ. അങ്ങനത്തെ ഇടല്ലേ ഇപ്പൊ? ഇതെല്ലാം നിനക്കാറില്ലേ? ബനിയനല്ലേ ഇടല്ലേ കാണല്ലേ? ആരും പണ്ടത്തെ പോലെ ചുടിദാറൊന്നും ഇടുന്ന കാണില്ല. അങ്ങനത്തെ മേടിക്കൽ സ്ഥിതി മേടിച്ചോ? അല്ല, ഞാൻ ചുടിദാറാന്ന് അധികം യൂസ് ആക്കിയത് കൊണ്ട് ഇപ്പൊ പിന്നെ അല്ല, അനുവിന് തന്നെ നിങ്ങളെന്നല്ലേ മേടിക്കലേ? ഞാനല്ലല്ലോ. ഓക്കെ ഇഷ്ടപ്പെടണ്ടേ ഇടുമ്പോ? അത് നോക്കൂല നമ്മള്. ഇഷ്ടപ്പെടുകയില്ല. നമ്മൾ കൊണ്ടുപോകുന്നത് എന്ത് സമ്മാനം നമ്മൾ സ്വീകരിക്കും. അപ്പൊ അങ്ങനെ നമ്മള് അനുവിടേക്ക് ഡ്രസ്സ് മേടിച്ചു. സുഖമല്ലേ? രാത്രി ഇങ്ങനെ നടക്കാൻ വന്നല്ലോ. നല്ല സുഖട്ടല്ലേ? അപ്പൊ വിജുവാട്ടൻ ആ ഗ്യാപ്പിൽ നമ്മളെ ഡ്രസ് കടലാക്കിയിട്ട് താടി ഇതാക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. പക്ഷെ രാത്രിക്കാൻ പറ്റുന്ന ചൂടില്ല. അതെ, പോയി വേറെ തിരക്കൊന്നും ഉണ്ടാവില്ല. ഓരോരോ കടകളെല്ലാം പൂട്ടി തുടങ്ങിയേട്ടാ. എല്ലാ കടകളും പൂട്ടാത്ത മുമ്പേ നമുക്ക് വേഗം വീട്ടിലെത്തണം. അതെ അതെ. അതുമല്ല ചെറുതിനെ വീട്ടിലാക്കിട്ട് വരുകയും ചെയ്തിന്. അതെ, അനുവട്ടി ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അവളെടുക്കാൻ നിൽക്കുമോന്. ഇപ്പൊ ഞാൻ പഠിച്ചേട്ടാ. അതെ, അവളെ മാത്രം അങ്ങനെ പറയണ്ട. ക്രെഡിറ്റ് വേണം. ഇപ്പൊ ചേച്ചി പഠിച്ചു. ഉറക്കാനല്ല, ഓനെ ഉറക്കാനൊക്കെ വരെ തന്നെ കഴിവ് വന്നത്. എനിക്കും അനുവട്ടിക്കേ പറ്റുവേനി. ഇപ്പൊ ചേച്ചിക്കും അത് പഠിച്ചു അല്ലേ ചേച്ചി? ക്രെഡിറ്റ് കിട്ടിയവരൊക്കെ ഉണ്ട്. അപ്പൊ വിജുവാട്ടൻ ചെറുങ്ങനെ താടി എടുക്കാൻ പോയി. തുറന്നില്ല നോക്കട്ടെ. മുകളിലില്ല കൂട്ടി. അതങ്ങനെ ഉണ്ടാവുക. സമയം ഇപ്പൊ 8 മണി അങ്ങനെ ആയില്ലേ? എൻ്റെ മുടി നോക്കറാ. എൻ്റെ മുടി ഇപ്പം കുറച്ച് അധികമായിട്ടുണ്ട്, ഭയങ്കര ഇതായിട്ടുണ്ട്. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിനിമേൻ്റെ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ ഇത് കുറച്ച് മുടി പോകണം, അതിന് വേണ്ടി വെച്ചേട്ടാ. ഇവനാണ് അത് സെറ്റ് ചെയ്യുന്നത്. മറ്റേ സിനിമയിലില്ലേ ഇപ്പത്തെ കൂലിയില്? ആ, അത് മുടി ബാക്കിൽ കുറച്ച് അനുഭവം നമ്മളെ ഷോർട്സിൽ ഉണ്ടാവില്ല കേട്ടോ ഇടക്കിടക്ക്. അതെ, എനിക്ക് ഭയങ്കര അസൂയ അവനോട്. നോക്ക് അടി കെട്ടിയിട്ടുണ്ട്, അടി കെട്ടിയിട്ടുണ്ട്. ഇത് അങ്ങനെയൊന്നുമില്ല, ഓന്റെ കൈ ഇട്ടിട്ടുള്ള കട്ടിങ്ങ. എന്നാണ് കൈ കെട്ടി പ്രത്യേകിച്ച് പേരിട്ടില്ല. അതാ പറഞ്ഞേ, മുത്ത് ഇവിടെ കണ്ണാടി ആയതുകൊണ്ട് ആടുന്ന ഇടുന്നല്ല നമ്മളെ തന്നെ കാണുന്ന. വീട്ടിലേക്ക് അടിപൊളി ഏരിയ കേട്ടോ. ഹണി ബേക്കറിനെ അനൂട്ടി. അല്ല, എൻ്റെ മോൻ എന്നോട് പ്രത്യേകം പറഞ്ഞു, ഓന് ഇത് തിന്നാനല്ല, ഇതിൻ്റെ ഉള്ളിലുള്ള കളിപ്പാട്ടൊക്കെ വേണ്ടിയിട്ടാണ് പറയല്ലേ. മുട്ടായി എനിക്ക് തരുവാൻ. ഞാൻ ഇപ്പോൾ ഡയറ്റായി കൊണ്ട് ഓക്കെ ചേട്ടാ. അപ്പോൾ അങ്ങനെ നമ്മൾ എന്നോടേക്ക് ഡ്രസ്സ് കേക്കെല്ലാം മേടിച്ച് പിന്നെ കുറച്ച് ഫുഡും മേടിച്ച്. നമ്മളിപ്പോൾ അങ്ങനെ പുറത്തത്തെ ഫുഡൊന്നും അധികം മേടിക്കലില്ല. അപ്പോൾ ഇന്ന് എന്നോട്ടിനെ
മൈദയാണ് ഒഴിവാക്കേണ്ടത്. മൈദ, ഷുഗർ, ഓയില് വീട്ടിൽ നിന്നാക്കുന്ന ബാക്കിയെല്ലാം അല്ലേ ഇതുമാതിരി ഇതിലാ. പക്ഷെ ഇത് മൂന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാ സാധനത്തിലും ഇത് മൂന്നുണ്ടാവും, എല്ലാം ഇതുണ്ടാവും. അമ്മയും പഞ്ചസാര വേണ്ടെന്ന് പറയുന്നത്. അതെ, അമ്മയും ഇപ്പൊ നമ്മളെ ണ്ട് ഇപ്പൊ ചായ മധുരൂടാണ് തരുന്നത്. മൈ പോയരടിച്ച് വെച്ച മാക്സി എടുത്തിട്ട് വന്നിട്ട് നോക്കലാന്ന്. ഇതിനിടയ്ക്ക് അടിക്കാൻ കൊടുത്തിയാണ്. മെറ്റർനിറ്റി മാക്സിനാ പറയാ. മറ്റന്നാളാ മെറ്റർനിറ്റി മെറ്റാനിറ്റി നടക്കുന്നത് ഇതല്ല, ഇതിന്റെ പച്ചയും പിങ്കാ അൻ്റെത് കൊണ്ടച്ചാലുണ്ട്. എന്റെ കൊണ്ടച്ചാലുണ്ട്. ദിവസം എടുത്ത് പനി വരുമോ നോക്കും. കാരണം അടിക്കാൻ എനിക്ക് എടുത്ത് മുറിച്ച് കിട്ടി അപ്പോഴടിക്കും. മുറിക്കാനാണ് എനിക്ക് ഏറ്റവും മുടി. പിന്നെ അടിച്ച പിന്നെ അപ്പട. പക്ഷെ എനിക്ക് തുന്നാനും ബ്ലൗസെല്ലാം അടിച്ച തുന്നാനും എനിക്ക് ഏറ്റവും മുടി. അവിടെ കെട്ടി നോക്കുമ്പോ ഡ്രൈവറിനല്ലേ മിനു തരാം തരാം. അപ്പൊ അങ്ങനെ നമ്മള് കേക്ക് മുറിക്കാൻ വേണ്ടിട്ട് പരിപാടി. അത് കിൻഡർ ജോയിന്ന് കിട്ടിയ സാധനം ഇത്. കുറെ കാലമായിട്ട് ഇങ്ങനത്തെ ഒരു സാധനം കിട്ടിയിട്ടില്ല. ആദ്യമായിട്ട് ഇത്ര മനുഷ്യന് മാത്രമേ കിട്ടിയിട്ടു. ഇതിന്റെ ബാക്കിലുള്ള സാധനം കിട്ടിയില്ല. അനുമോളെ ബർത്ത്ഡേന്റെ കേക്ക് മുറിക്കാൻ വേണ്ടി നോക്കലാന്ന്. അപ്പൊ മുറിക്കാം. ഋഷിക്ക് വണ്ടി ഓട്ടത്തിലാന്നേ. ഒന്നും കേക്ക് കുറിക്കാൻ മാത്രം വണ്ടി എടുത്തിട്ടുണ്ട്. അതെ, തരാം. അപ്പോ അനുമോളെ ബർത്ത്ഡേന്റെ ഈ ഒരു സന്തോഷത്തില് മധുരം മുറിച്ച് ഞങ്ങള് സന്തോഷം പങ്കിടുന്നത്. എന്നാ പിന്നെ മുറിക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി. ഓ, നല്ല താളം കേട്ടാ. വായില് കേക്കായിട്ടാണ്. വണ്ടി സ്റ്റാർട്ടാക്കി അങ്ങോട്ട് എനിക്കൊരു സമ്മാനം കൊടുക്കാനുണ്ട്. കേക്ക് സമ്മാനം കൊടുക്കാനുണ്ടല്ലേ. കേക്കിനിപ്പോ ഓ ആദ്യ സമ്മാനം കിട്ടിക്ക്. മതി മതി മതി. പക്ഷെ വേണ്ട. അപ്പോൾ നമ്മൾ ഈ ഒരു സന്തോഷത്തിന്റെ മധുരം നമ്മളെ കുടുംബത്തിലെല്ലാവർക്കും വേണ്ടി നമ്മളിവിടെ മാറ്റി വെക്കുന്നത്. കൈവറിയുണ്ട് കേട്ടാ. ചെറിയ കൊടുക്കുന്നില്ല, ബാക്കി അവർക്കല്ലേ. അങ്ങനെയല്ല, എന്തായാലും വെക്കാം. ഇത് കൊറേ നാളുകളായി കേക്ക് തിന്നാതെ. അധികം മധുരം കഴിക്കുന്നില്ല, കൊളസ്ട്രോൾ എല്ലാം ഉള്ളതുകൊണ്ട് അങ്ങനെ കുറെ ഇപ്പൊ വെറി പിടിച്ചലന്നു പോയി. അപ്പൊ ഇപ്പൊ ലേശം തിന്നണം തോന്നുന്നു. അതെ, ആരോ കുറച്ചു ദിവസം മുന്നേ അമ്മ ഒരു സ്ഥലത്ത് കല്യാണത്തിന് എടുക്കുന്ന ബിരിയാണി എന്നും പറഞ്ഞ് അമ്മക്ക് ബിരിയാണി, അമ്മക്ക് ഭയങ്കര ആഗ്രഹം കൊണ്ട് ബിരിയാണി കൊണ്ട് കൊടുത്തുകൂടാൻ ഇങ്ങനെ കമന്റ് കണ്ടില്ലേ. അമ്മക്ക് അന്ന് ഞാൻ പറഞ്ഞ വീഡിയോയില് അമ്മക്ക് അങ്ങനെ കഴിച്ചുകൂടാ. എന്നുവെച്ചാല് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറോടെല്ലാം ചോദിച്ചിട്ട് അങ്ങനെയാണ്. അപ്പൊ അവര് ചിലപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല, അമ്മക്ക് ഓപ്പറേഷൻ ചെയ്തെന്ന് അറിയായിരിക്കില്ല. അതുകൊണ്ടായിരിക്കും. അപ്പോൾ അവർ കാണുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അങ്ങനെ കഴിച്ചുകൂടാ. അതുകൊണ്ടാണ് ഒരു മാസം കൂടിയിട്ടാകുമ്പോ ഒരു പ്രാവശ്യം അല്ലെ 2 പ്രാവശ്യം തിന്നുന്നല്ലാണ്ട് അങ്ങനെ എനിക്ക് തിന്നൂടാ. അതുകൊണ്ടാണ് കല്യാണത്തിന് അമ്മ ബിരിയാണി തിന്നുമ്പോ അമ്മ പറയുന്നുണ്ട് കൊറേ അയിലമ്മനെ കഴിക്കാതെ അങ്ങനെ അത്രേ കഴിച്ചു. അതുപോലെ അതിന് കേക്ക് അങ്ങനെ കഴിച്ചുകൂടാ. കേക്ക് കുറിച്ചിട്ട് അപ്പൊ ഇത് തിന്നാ. അപ്പൊ ഇത് ലേശം മധുരം നമുക്ക് കൊറേ നാളായില്ലേന്ന്. അല്ല, അങ്ങനെയല്ല, നമ്മള് കേക്ക് വെച്ചിട്ട് കൊറേ നാളായില്ലേ. അതിപ്പോ കേക്കിന്റെ കുറച്ച് പരിപാടി അത് പറഞ്ഞില്ലേ, മധുരം കഴിക്കുന്നുണ്ട്, കൊളസ്ട്രോൾ ഇല്ലോണ്ടാന്ന് കഴിക്കാതെ. അഭിയാണ് വരുത്തല്ലേ നവംബറിലുണ്ട്. പിന്നെ ഡിസംബറിൽ അല്ല, ഡിസംബർ 13 നമുക്കും വരുന്നുണ്ട്. മിന്നിന് കൊടുത്തില്ലേ? മിന്നിന് പുറത്ത് കൊടുത്തു കേട്ടാ. അപ്പൊ എല്ലാരും ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടി ഉണ്ട്. അത് നാളെ ഓളി കൂട്ടി പോയിട്ട് പണിക്കന്നെ കൊണ്ടാന്ന്. അപ്പോ ലോഡിങ് അതിന് കേക്ക് കഴിച്ചിട്ട് പോക്കാ ചേട്ടാ. കൊടുക്കാനായില്ല. മക്കൾക്ക് കുറച്ച് നാളെ കഴിയണം, 1 മാസം കഴിയണം മക്കൾക്ക് കൊടുക്കണ്ടിക്കല്.
പിന്നെ ഇപ്പൊ അറിയാതെ പോലെ കേച്ചിട്ട് അങ്ങ് കയറി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അനുമോളെ ബർത്ത്ഡേ അങ്ങനെ നമ്മൾ ചെറുങ്ങനെ ആണെങ്കിലും ആഘോഷിച്ചു. അപ്പോൾ ബ്ലാക്കിൽ ബേക്കുന്ന കേക്ക് എന്നല്ലാണ്. ബ്ലാക്കില് ബേക്കുന്ന കുറവാണ്. കാണുന്നുണ്ട് ചേച്ചി കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും പുതിയ വിശേഷമായിട്ട് നാളെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.